ഇതൊരു ഫുഡ് ഡേറ്റിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഞാൻ തന്നെ കുക്ക് ചെയ്ത ചിക്കൻ ബിരിയാണിയാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് ചുറ്റാനിറങ്ങി ജാനിക്കുട്ടിയെ കൊണ്ട്. നേരെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഫുഡ് ഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തെ മെയിൻ ഐറ്റമായിട്ടുള്ള പേസ്ട്രീസ്, ആദ്യം നമ്മുടെ മനസ്സിൽ കേക്ക് ആയിരുന്നെങ്കിലും പേസ്ട്രീസിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇത്ര അധികം നമ്മൾ വാങ്ങിക്കേണ്ട, ഇത്രയധികം കാലറീസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു റെഡ് വെൽവെറ്റിൻ്റെ പേസ്ട്രീസും അതുപോലെ തന്നെ ലോട്ടസ് ബിസ്കോഫിൻ്റെ, ലോട്ടസ് ചീസാണോ അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. റെഡ് വെൽവെറ്റ് നേരത്തെ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ലാസ്റ്റ് ആ ബിസ്ക്കറ്റ് കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. അത് എന്നെ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു ടേസ്റ്റാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് വെൽവെറ്റും കഴിച്ചു. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചു. പുറത്ത് നല്ല അസല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ജാനിക്കുട്ടി ഇങ്ങനെ വെറുതെ ഞങ്ങളെ കണ്ട് എൻജോയ് ചെയ്തു. അത്രയേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്ത് കുറേ ദൂരം എത്തിക്കഴിഞ്ഞിട്ട് നേരെ തട്ടുകട തപ്പിപ്പോയി. അങ്ങനെ ഒരു തട്ടുകടയിൽ നിർത്തി. അവിടെ നിന്ന് നമ്മൾ ചൂട് ദോശയും 1 സൈഡ് ഓംലെറ്റും, അതായത് ഹാഫ് ബോയിൽഡ് ഓംലെറ്റും അതുപോലെ തന്നെ ചമ്മന്തിയും മുളകും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.